ഹരിയാനയിലും ജമ്മു കാശ്മീരിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രാജ്യം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകളാണ്. 90 അംഗ നിയമസഭയാണ് രണ്ടിടത്തും ഉള്ളത്. ഇവിടെ മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എത്തുക എന്നാണ് ഹരിയാനയിൽ BJPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ ഒരു അഴിമതിയുടെ ഒരു പ്രതിച്ഛായ, ഒപ്പം തന്നെ കെടുകാര്യസ്ഥ, ഗ്രൂപ്പിസം ഇതുമൂലം പൊറുതിമുട്ടിയ BJP മൂന്നാം വട്ടവും അധികാരത്തിലേറുമോ എന്നൊരു വലിയ ചോദ്യം തന്നെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചത്. തൊട്ടു പിന്നാലെ എക്സിറ്റ് പോളുകളും എത്തി. ആദ്യം നമുക്ക് എക്സിറ്റ് പോളുകൾ നോക്കുമ്പോൾ ഹരിയാനയിൽ BJP വലിയ പരാജയത്തെയാണ് നേരിടുന്നതെന്ന് പറയേണ്ടി വരും. റിപ്പബ്ലിക് TV മാട്രിക്സ് നടത്തിയ സർവേയിൽ BJPക്ക് 18 മുതൽ 24 സീറ്റ് വരും. കോൺഗ്രസിന് 55 തൊട്ട് 62 സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചനം. JJP കഴിഞ്ഞ തവണ BJP സർക്കാരിൻ്റെ ഭാഗമായിരുന്ന BJPയുടെ സഖ്യകക്ഷിയായിരുന്ന അവരുടെ കൂടെ സഹായത്തിലാണ് BJP കഴിഞ്ഞ രണ്ടാം വട്ടം ഹരിയാന ഭരിച്ചിരുന്നത്. ആ JJP തകർന്നടിയുന്നൊരു കാഴ്ച. 10 സീറ്റുണ്ടായിരുന്ന JJP 3 സീറ്റിലേക്ക് ഒതുങ്ങുമെന്നാണ് പറയുന്നത്. മറ്റുള്ളവർ 5 തൊട്ട് 11 സീറ്റ് വരെ നേടുമെന്ന് പറയുന്നു. പക്ഷേ ആം ആദ്മിയുടെ പേരതിൽ പറയുന്നില്ല. ആം ആദ്മി ശക്തമായ പ്രചരണം നടത്തിയ ഒരു ഇടം കൂടിയാണ് ഹരിയാന. ടൈംസ് നൗവിലേക്ക് വരുമ്പോൾ BJP 28 സീറ്റ് വരെ ഹരിയാനയിൽ നേടിയേക്കാം. കോൺഗ്രസ് 58 സീറ്റ് നേടി അധികാരം ഉറപ്പിക്കും. കാരണം 46 സീറ്റ് മതി ഹരിയാന ഭരിക്കും. JJP 1 സീറ്റിലേക്ക് ഒതുങ്ങും. അതേഴ്സ് 3 സീറ്റിലേക്ക്. ഇവിടെ IND എന്ന് പറയുന്ന ജാട്ടുകളുടെ ഒരു പാർട്ടി കൂടി മത്സരിക്കുന്നുണ്ട്. ആ പാർട്ടിയുടെയും കൂടി കണക്ക് ഈ അതേഴ്സിൽ വരും. അങ്ങനെ ഏത് തരത്തിൽ നോക്കുമ്പോഴും ഹരിയാന BJPക്ക് നഷ്ടമാകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരു പ്രകടമായ ലക്ഷണങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ കണ്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 10 ലോക്സഭാ സീറ്റുകളിൽ 5 എണ്ണം മാത്രമാണ് BJPക്ക് നേടാൻ കഴിഞ്ഞത്. 5 എണ്ണത്തിൽ അംബയെ പരാജയപ്പെട്ടു. മുഖ്യമന്ത്രിയെ മാറ്റിക്കൊണ്ട് പുതിയൊരു മുഖത്തിനെ പരീക്ഷിച്ചെങ്കിലും ഹരിയാനയിലെ ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ BJPക്ക് ആശാവഹമല്ല. പക്ഷേ കാശ്മീരിലേക്ക് വരുമ്പോൾ വലിയ പ്രതീക്ഷകൾ നൽകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 10 വർഷം മുൻപാണ് ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് കേവലം 25 സീറ്റുകൾ മാത്രമാണ് BJPക്ക് നേടാൻ കഴിഞ്ഞിരുന്നത്. PDPയെ കൂടെ കൂട്ടി ഭരിക്കുകയായിരുന്നു. 4 വർഷത്തെ ഭരണത്തിനൊടുവിൽ വീണ്ടും രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോവുകയും 10 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എങ്ങനെയെന്ന് നോക്കുമ്പോൾ സീ വോട്ടർ പറയുന്ന BJP 27 തൊട്ട് 31 സീറ്റ് വരെ നേടിയേക്കും. ഒപ്പം തന്നെ കോൺഗ്രസ് സഖ്യം, അതായത് നാഷണൽ കോൺഫറൻസുമായി ഉള്ള സഖ്യവും ഇതേ സീറ്റുകൾ തന്നെയാണ് നേടുന്നത്. PDP 2 സീറ്റുകളും അതേഴ്സ് 1 എന്ന് പറയുന്നു. പീപ്പിൾസ് പ്ലസ് എന്ന് പറയുന്ന സർവേ ഏജൻസി നടത്തിയ സർവേയിൽ BJPക്ക് 23 തൊട്ട് 27 സീറ്റുകൾ വരെ ജമ്മു കാശ്മീരിൽ കിട്ടുമ്പോൾ നാഷണൽ കോൺഫറൻസ്, അതായത് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും മറ്റും സഖ്യമായിട്ടാണ് മത്സരിച്ചത്. അവിടെ അവർ 46 മുതൽ 50 സീറ്റുകൾ വരെ നേടുമെന്നും PDP 7 സീറ്റ് മുതൽ 11 സീറ്റ് വരെ നേടുമെന്നുമാണ് പറയുന്നത്. മറ്റുള്ളവർ 4 മുതൽ 6 സീറ്റ് വരെ. ടൈംസ് നൗവിൻ്റെ ജമ്മു കാശ്മീർ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ BJP 26 സീറ്റ്, നാഷണൽ കോൺഫറൻസ് 49 സീറ്റ്, PDP 10, അതേഴ്സ് 5 എന്നിങ്ങനെയാണ് അവിടുത്തെ സീറ്റ് നില. അതായത് കഴിഞ്ഞ തവണത്തെ പോലത്തെ ഒരു അന്തരീക്ഷമാണ് ഇത്തവണ. ഈ സ്വതന്ത്രന്മാർ ഒരുപക്ഷെ ജമ്മു കാശ്മീരിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് മാറിയാലും അത്ഭുതപ്പെടാനില്ല. ചില ഏജൻസികൾ ഈ സ്വതന്ത്രന്മാർക്ക്, അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെയും PDPയുടെയും BJPയുടെയും ഒക്കെ സ്വതന്ത്രന്മാർ മത്സരിച്ചിരുന്നു. അവർ 16 സീറ്റുകൾ വരെ നേടുമെന്ന് ചില ഏജൻസികൾ പറയുന്നുണ്ട്. ഏതായാലും ചെറിയൊരു ആശ്വാസത്തിന് BJPക്ക് വകയുള്ളത് ജമ്മു കാശ്മീർ മാത്രമാണ്. കഴിഞ്ഞ തവണത്തിൽ നിന്നും അവർ സീറ്റ് നില മെച്ചപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഈ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ചില നീക്കുപോക്കുകൾ, പുതിയ അലയൻസുകൾ രൂപപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. കാരണം PDP ഇവിടെ ഒരു നിർണായക റോളിലേക്ക് എത്തുന്നുണ്ട്. 10 മുതൽ 16 സീറ്റ് വരെ അവർക്ക് പല സർവേകളും പറയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഹരിയാന BJP സംബന്ധിച്ച് ഹാട്രിക് എന്ന സ്വപ്നം പൂവണിയാൻ സാധ്യതയില്ല എന്നാണ് വിവിധ ഏജൻസികൾ നടത്തിയ സർവേ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.